28 വീക്സിൽ താഴെയുള്ള ഒരു കുഞ്ഞ്, 1 kg താഴെയുള്ളൊരു കുഞ്ഞ്, എക്സ്ട്രീംലി പ്രീമെച്യൂർ, വളരെ ലോ വെയിറ്റ് ഉള്ളൊരു കുഞ്ഞ് ICUലേക്ക് വരുമ്പോൾ ആ കുഞ്ഞിൻ്റെ എല്ലാ ഓർഗൻസും പ്രീമെച്യൂർ ആണ്. അപ്പോൾ കുഞ്ഞ് അമ്മയുടെ വയറ്റിലിരുന്ന് ഡെവലപ്പ് ചെയ്യേണ്ടിയിരുന്ന ആ ഒരു മേജർ ഫേസ് കട്ടായിട്ടാണ് നമ്മുടെ പുറത്തേക്ക് വരുന്നത്. അപ്പോൾ NICUവിൽ നമ്മൾ കഴിയുന്നതും ട്രൈ ചെയ്യുന്നത് ഈ ഓർഗൻസ് എല്ലാം എന്തൊക്കെ ആയാലും നമ്മൾ യൂട്രസിലിരുന്ന് വളരുന്ന പോലെ ഒരു കുഞ്ഞ് ഡെവലപ്പ് ആവാൻ വളരെ ബുദ്ധിമുട്ടാണ് വെളിയിൽ നമ്മൾ എത്ര കെയർ കൊടുത്താലും. പക്ഷേ എന്നാലും നമുക്ക് ഒപ്റ്റിമൽ കെയർ കൊടുത്ത് ആ കുഞ്ഞിനെ ഒരു കഴിയുന്നതും നോർമലാക്കി കൊണ്ടുവരിക എന്നുള്ളതാണ് ഓരോ NICUവിലും, നമ്മുടെ NICUവിലും നമ്മൾ അത് തന്നെയാണ് ട്രൈ ചെയ്യുന്നത്. അപ്പോൾ അതിന് ഇപ്പോൾ നമ്മൾ പറയുന്നതനുസരിച്ച് ഓരോ സിസ്റ്റത്തിനും സപ്പോർട്ട് ആവശ്യം വരുന്നുണ്ട്. അപ്പോൾ നമുക്കറിയാം ബ്രെയിൻ പ്രീമെച്യൂർ ആണ്, അപ്പോൾ ന്യൂറോളജി സപ്പോർട്ട് വേണം. ബ്രെയിനൊരു ഡെവലപ്മെൻ്റലി സപ്പോർട്ടീവ് കെയർ നമ്മൾ കൊടുക്കണം. ലങ്സ് പ്രീമെച്യൂർ ആണ്, ലങ്സ് നമ്മൾ ഓക്സിജൻ, സർഫാക്റ്റൻ്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊടുത്ത് സപ്പോർട്ട് ചെയ്താലും ലങ്സിൻ്റെ ഡെവലപ്മെൻ്റൽ ഫേസിൽ ലങ്സിന് വലിയ ഇഞ്ചുറി വരുത്താതെ ബേബിക്ക് ഭാവിയിലും നോർമലായിട്ട് കഴിയുന്നത്ര നോർമലായിട്ട് ബ്രീത്ത് ചെയ്ത് മുൻപോട്ട് പോകുന്നൊക്കെ രീതിയിൽ നമ്മൾ ബേബിയെ ഡിസ്ചാർജ് ചെയ്ത് വിടുക. അതാണ് നമ്മുടെ എയിം എന്ന് പറയുന്നത്. അപ്പോൾ അതിന് എല്ലാ സിസ്റ്റങ്ങളുടെയും സപ്പോർട്ട് വേണം. അപ്പോൾ നമ്മുടെ ഹോസ്പിറ്റലിൽ ആ ഒരു സപ്പോർട്ട് നമുക്ക് നല്ലവണ്ണമുണ്ട്. അതായത് ന്യൂറോളജിസ്റ്റ്, എൻഡോക്രൈനോളജിസ്റ്റ്, പിന്നെ നമ്മുടെ നെഫ്രോളജിസ്റ്റ്, കാർഡിയോളജി, പീഡിയാട്രിക് കാർഡിയോളജി സപ്പോർട്ട്. അപ്പം ബേബിക്ക് എന്ത് ആവശ്യം വന്നാലും നമുക്ക് ഒരു മൾട്ടി ഡിസിപ്ലിനറി ആയിട്ടുള്ള ഒരു കെയർ നമുക്ക് കൊടുക്കാൻ പറ്റും. പിന്നെ കൂടാതെ നമുക്കിപ്പോൾ പീഡിയാട്രിക് സർജറി, അപ്പോൾ നമുക്കറിയാം പല ബേബീസും ഇപ്പോൾ സർജിക്കൽ ട്രീറ്റ്മെൻറ്റ് ആവശ്യമായിട്ട് ജനിക്കുന്ന ഒരുപാട് ബേബീസുണ്ട്. ജന്മനാ തന്നെ ചില പ്രോബ്ലംസ് ആയിട്ട് ജനിക്കുന്നു. അപ്പോൾ അവരെ സർജിക്കലി നമ്മൾ കറക്റ്റ് ചെയ്യാതെ നമുക്ക് അവരെ മുൻപോട്ട് കൊണ്ടുപോകാൻ സാധ്യമല്ല. അപ്പോൾ അങ്ങനെയുള്ള മൈനർ സർജിക്കൽ പ്രൊസീജിയേഴ്സ് പോലും നമുക്ക് ICUവിൽ വെച്ച് ചെയ്തുകൊണ്ട് മുൻപോട്ട് കൊണ്ടുപോകാനുള്ള ഒരു ഫെസിലിറ്റി നമുക്കിവിടെ അവൈലബിൾ ആണ്.